ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഷീഗുവാനാണ് ലിന്നിന്റെ കൂടെ ഒരു കല്യാണത്തിന് പോയി കാണും. പക്ഷെ അവൻ കാർ എടുക്കാൻ പോയ സമയം നോക്കി ഇവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഷുവാൻഷു അവിടേക്ക് നടന്നു വരും. അത് കണ്ട് അവളും മൊത്തം ഞെട്ടിപ്പോകുമ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കല്യാണത്തിന് മുമ്പേ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ സർപ്രൈസ് ആയിട്ട് ഇവിടേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിയാണ് ചോദ്യം ചെയ്തോണ്ടിരിക്കും. കാരണം ഇവിടെ തന്നെയാണ് നാളെ ഇവളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അതേസമയം ഷീഗുവാനും ഞാൻ വേറൊരു കാര്യമായിട്ട് വന്നേന്ന് പറഞ്ഞ് ഇവള് പറയുമ്പോ തന്നെ ഇവളുടെ ഫ്രണ്ട്സൊക്കെ ഇവള് വിദേശത്ത് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴാ നാട്ടിലേക്ക് വന്നേം ചോദിക്കും. അത് കേട്ട് ഷീഗുവാൻ ഷോക്കായിട്ട് ഇവള് വിദേശത്ത് പഠിക്കാനൊന്നുമില്ല പോയ, അവളുടെ അനിയന്റെ കൂടെ ചുമ്മാ സ്റ്റഡി ടൂറിന് വേണ്ടി പോയതാന്ന് പറയും. അത് ചുമ്മാ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇവള് തിരിച്ചെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഷുവാൻഷുവാണ് ഷോക്കായിട്ട് അപ്പൊ വിദേശത്ത് നീ പഠിക്കാൻ പോയില്ലെന്ന് പറഞ്ഞ് അവൻ ഞെട്ടിപ്പോകും. കാരണം ഇവള് വിദേശത്ത് പഠിക്കാൻ പോയെന്ന അവൻ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാര്യം കേട്ട് അവനും മൊത്തത്തിൽ ഇവിടെ തകർന്നു ഇരിക്കുമ്പോൾ പെട്ടെന്ന് റോങ് ആണ് ഫ്രണ്ടിലേക്ക് എറിയുന്നിട്ട് പെട്ടെന്ന് ആ ടോപ്പിക് അങ്ങ് മാറ്റും. കാരണം റോങ് ആണ് ഇവള് വിദേശത്ത് പഠിക്കാൻ പോയെന്ന് കള്ളം പറഞ്ഞ്. അങ്ങനെ അവളിപ്പോ ഷീഗോനോട് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ ഇവളെന്താ വരാത്തേന്ന് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് മടിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ എന്നറിഞ്ഞ് അവൾ ഇതിന് ഒഴിഞ്ഞു മാറും. അപ്പോഴാണ് റോങ്ങും പഠിച്ചിറങ്ങിന് മുമ്പേ ഇവളൊരു കുറ്റക്കാരായിട്ട് കാണിച്ചോണ്ട് അതിന് അവളിപ്പോ സോറി ചോദിക്കും. അതുകൊണ്ട് നമ്മൾ പഴയതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞ് റോങ് അതെല്ലാം മറന്നായിട്ട് കാണിച്ചിട്ട് അവളുടെ സന്തോഷം ഇപ്പൊ കണ്ടുപിടിച്ചെന്നറിഞ്ഞ് ഷുവാൻഷിനെ ഉദ്ദേശിച്ച് പറയും. അതുകൊണ്ട് ഇവളും ഇപ്പം ടൈം പാസ് ചെയ്യാതെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കണ്ടെത്താൻ പറയുമ്പം പെട്ടെന്ന് ഷുവാൻഷി ഇത് കേട്ട് റോങ്ങിന് തടഞ്ഞു നിർത്താൻ നോക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ലിന്നാണ് ഇവളുടെ പേര് വിളിച്ച് അടുത്തേക്ക് ഇങ്ങനെ വരും. അങ്ങനെ അത് കണ്ട് ഷീഗുവാനും റോങ്ങും ഷുവാൻഷുവും കൂടെ ഒന്നേർന്ന വിഷമത്തി അവള് പെട്ടെന്ന് ലിന്റെ അടുത്തേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് അവനും എന്തോ സംഭവം എന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോൾ അവള് ഫ്രണ്ട്സ് ഒക്കെ വന്നേക്കോന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ലിന്നും ആ കൂട്ടത്തിൽ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഷുവാൻഷു നിൽക്കുന്നിട്ട് ഇവളുടെ കൈ പിടിച്ച് അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലും. അതേസമയം ഇതെല്ലാം കണ്ട് ഷുവാൻഷു മൊത്തത്തിൽ അപ്സെറ്റ് ആയിരിക്കുക. കാരണം നമുക്കറിയാം അവൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഷീഗുവാനെയാണെന്ന്. അതിനുശേഷം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവരിങ്ങനെ ഒരുമിച്ച് വരുന്നുണ്ട് ഇതാരാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ലിന്നാണ് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. അപ്പോഴാണ് കല്യാണത്തിന് വിളിച്ച അവളുടെ കൂട്ടുകാരിയും നീ കമ്പനി ബിസി ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തുവാടി ബോയ് ഫ്രണ്ട് ആയിട്ട് കറങ്ങുന്നതെന്ന് പറഞ്ഞ് അവൾ ചുമ്മാ തമാശക്ക് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ലിന്നാണ് അവൾക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷെ ഇവന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് അവനായിട്ട് വിളിച്ചോണ്ടെന്ന് പറയും. അതുകൊണ്ട് ഷീഗുവാനെ കുറ്റം പറയണ്ടെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കേട്ട് അവളുടെ കൂട്ടുകാരിയും ഞാൻ ചുമ്മാ ദേഷ്യം സംസാരിച്ചൊന്നുമില്ല വെറുതെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് അവള് സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് ഷീഗുവാനും അവൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി കാറിന്റെ അവനോട് ചോദിക്കുമ്പോൾ അവനാണ് നല്ല മഞ്ഞു എന്നുകൊണ്ട് ഒരു കാറങ്ങാണ്ട് ഇടയ്ക്ക് സ്ട്രക്കായി പോയി നിറയും. അങ്ങനെ അയാളുടെ ഓണറിനെ കണ്ടെത്താൻ വേണ്ടി പോലീസും കുറെ സമയം എടുക്കുമെന്ന് പറഞ്ഞ് ഇവർക്ക് പോകാൻ ലേറ്റ് ആകുമെന്ന് പറയും. അതോടെ അവളും എങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ പെട്ടുപോകുമെന്ന് പറഞ്ഞ് അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് തന്നെ നീ സെറ്റാക്കി ഷീഗോ എന്ന് പറഞ്ഞ് അവരൊക്കെ സന്തോഷപ്പെടും. അപ്പോഴാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ആദ്യം ആരാ പ്രൊപ്പോസ് ചെയ്തെന്ന് അറിഞ്ഞ് അവളും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷുവാൻഷു അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ അത് കണ്ട് അവരൊക്കെ ഇവൻ എവിടെയൊക്കെ പോകുന്നു ചോദിക്കുമ്പോൾ അവൻ ഇവർക്ക് പോകാൻ വേണ്ടി ടാക്സി വിളിക്കാൻ പോകാന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതിനെ ശിവ എല്ലാവരും കൂടെ ഷീഗുവാനും ലിന്നും കൂടെ ബായ് പറഞ്ഞിട്ട് അവന്റെ പുറകെ തന്നെ ചെല്ലും. അങ്ങനെ പോകുന്ന മുമ്പേ തന്നെ അവളുടെ കൂട്ടുകാരി ലിന്നും കൂടെ കല്യാണത്തിന് ക്ഷണിക്കും. അങ്ങനെ അവെല്ലാം പോയതിനു ശേഷം ഇവിടെ ഷീഗുവാനും നമുക്ക് എപ്പോഴാ തിരിച്ചു പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ അവനാണ് ഇന്ന് പോകുന്നില്ല, ഇന്ന് നിന്നെ വിളിച്ചോണ്ട് പുറത്തൊക്കെ കറങ്ങി എൻജോയ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് അവൻ പ്ലാൻ മൊത്തത്തിൽ മാറ്റും. കാരണം അവളുടെ മൂഡ് ഇപ്പോ മൊത്തത്തിൽ പോയി കിടക്കുന്നുണ്ട്. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കും. അപ്പോഴാണ് അവളും എന്നെ കണ്ടാൽ തന്നെ മനസ്സിലായെന്ന് പറഞ്ഞ് അവളും ചോദിക്കുമ്പോൾ ഇവനാണ് ഇവൾക്ക് എൻജോയ് ഉള്ള പൈസയൊക്കെ ഇവന്റെ കയ്യിലുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾ ആ പൈസ നോക്കിയിട്ട് ഇതൊന്നും പോരെന്നറിഞ്ഞ് അവൾ ബാങ്കിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ അവനാണ് ഷോക്കായിട്ട് ഇത്രയും പൈസ ഒന്ന് പോരെന്നറിഞ്ഞ് അവളുടെ പുറകെ തന്നെ ചെല്ലും. അങ്ങനെ അതിനേശം ഇവരും ഗെയിംസ് കളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുന്നത്. അപ്പോഴാണ് ലിന്നും ഇവളിപ്പോ അനിയന്റെ കൂടെ ഒന്നും കറങ്ങാമെന്ന് വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ആകെ വീഡിയോ ഗെയിമേ കളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് ആദ്യം കുറച്ചൊരു ഗെയിം കളിക്കുന്ന നോക്കാന്ന് പറയും. അപ്പോഴാണ് ലിന്നും അതിന്റെ ആവശ്യം എന്തോളെന്ന് പറഞ്ഞ് നമുക്ക് തന്നെ കളിക്കാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് ബൈക്ക് റേസിങ്ങിന് പോകും. അങ്ങനെ ഇവ രണ്ടുപേരും കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവൾ സന്തോഷിക്കുന്നുണ്ട്, ഇവന് ഹാപ്പിയാകും. എന്നിട്ട് നേരത്തെ തന്നെ ആ ഗെയിമിംഗ് സെന്ററും ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇവളാണ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞ് കുറച്ച് സങ്കടത്തിരിക്കും. അപ്പോഴാണ് ലിന്നും എന്തായാലും ഇപ്പൊ പോയാലേ നമുക്ക് സിനിമയും കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് സിനിമ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും എന്തേലും ഉറക്കം വരാത്ത സിനിമ ചൂസ് ചെയ്യുന്ന പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ വേണ്ടി പോകും. പക്ഷെ പടം തുടങ്ങിയ പകുതി സമയത്ത് തന്നെ അവൾക്ക് നല്ലോണം ഉറക്കം വരും. അങ്ങനെ ഇതൊക്കെ ലിങ്ക് കണ്ടാലും അവന് വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഇവൾ ഉറങ്ങി അവസാനം അവന്റെ തോളിൽ തന്നെ ചാഞ്ഞു വീഴും. അതിനുശേഷം അവന് സിനിമയൊന്നും കാണാതെ ഇവളെ തന്നെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ സിനിമ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ ഇവളാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇവിടെ എന്തോ സംഭവിച്ചെന്ന് അവൾ വയ്ക്കും. അപ്പോഴാണ് അവനും സിനിമയൊക്കെ കഴിഞ്ഞെന്നറിഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പോൾ അവൾക്ക് മൊത്തം നാണക്കേടായി പുറത്തേക്ക് വന്നിട്ട് ഇവനോട് കഥ വയ്ക്കും. അങ്ങനെ അതൊക്കെ സംസാരിച്ചതിന് ശേഷം അവനും ഇപ്പൊ രാത്രി 1 മണിയായെന്ന് പറഞ്ഞ് നാളെ ഇവളുടെ കൂട്ടുകാരിയുടെ കല്യാണം ആയതുകൊണ്ട് ഇപ്പൊ ഇവൾക്ക് റൂം എടുക്കാൻ പോകാന്ന് പറയും. അപ്പോഴാണ് അവളും രാത്രി 1 മണിയായെങ്കിൽ എന്തുവാ, നീ ഇന്ന് ഫുൾ എന്നെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നമ്മുടെ നൈറ്റ് വീവ് എന്തിനാ നീ കട്ട് ചെയ്ത, അത്രയ്ക്ക്
അത്രയ്ക്ക് മടിയാണ് നിനക്ക് എന്നിന് അവളും കളിയാക്കി സംസാരിക്കുമ്പം ഇത് കേട്ട് അവനും ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ വാ നമുക്ക് നൈറ്റ് വ്യൂ കാണാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇവൾക്ക് റൂം എടുക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ ഇവർ അവിടുത്തെ വ്യൂവെ കണ്ടോണ്ടിരിക്കുമ്പം അവളാണ് ഇവളിന്ന് പുറത്തേക്ക് വിളിച്ചോണ്ടെന്നൊക്കെ ഇവനോട് താങ്ക്സ് അറിയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഷോ കാണിക്കുമ്പം ഇത് കണ്ട് അവളാണ് പെട്ടെന്ന് ഇവന്റെ പ്രായം എത്രാന്ന് ചോദിക്കും. അതോടെ അവനും സ്വന്തം ബോസിന്റെ പ്രായം പോലെ അറിയത്തില്ലെന്നറിഞ്ഞ് അവൻ തിരിച്ചു ചോദിക്കുമ്പം അവളാണ് ഇത് കേട്ടിട്ട് ആദ്യം ഞാൻ ബോസ് എന്നറിഞ്ഞ് ഇപ്പൊ നിന്നെ ബോസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് സത്യത്തിൽ ആരാ ബോസ് എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഓരോ സമയത്ത് നമുക്കനുസരിച്ച് മാറ്റിക്കോണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനാ ബോസ് എന്ന് പറയും. അപ്പോഴാണ് അവളും ടോപ്പിക്ക് മാറ്റാത്ത പ്രായം എത്രാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവനിപ്പോ 28 വയസ്സായെന്ന് പറയും. അങ്ങനെ സ്കൂളിൽ നേരത്തെ തന്നെ കയറിയതുകൊണ്ട് ഇവനെ കൊണ്ട് ഡോക്ടറും എല്ലാം പഠിച്ചിറങ്ങി ഇപ്പൊ യങ്ങായിട്ടിരിക്കുമെന്ന് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ കോളേജിൽ വെച്ച് ആരെങ്കിലും ഇവനെ സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചിലപ്പോൾ ഞാൻ ഫേമസ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ പുറകെ വന്നതാണ്, പക്ഷേ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കുറേ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ പുറകെ ഞാൻ പോയിട്ടില്ല എന്നിന് അവനിവൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തിനാ ഇവനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ബോർ അടിക്കുന്നോണ്ട് ചോദിച്ചാന്ന് പറയുമ്പം ഇവൻ ഡ്രിങ്ക് ചെയ്യുന്നിട്ട് ഇവൻ അങ്ങനെ വീട്ടിൽ പോകാൻ ചോദിക്കും. കാരണം ലിന്റെ വീട് ഇവിടെ കുറച്ചടുത്തുണ്ട്. അപ്പോഴാണ് അവനും അത് നടക്കാൻ ദൂരെയുള്ളെന്ന് അറിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ അവൻ ഇവിടേക്കൊന്ന് ഇവളെ പിക്കപ്പ് ചെയ്യാൻ പറയും. അത് കേട്ട് അവളാണ് ഷോക്കായി പോകുമ്പം ഇവനാണ് കല്യാണത്തിന് നിന്റെ കൂട്ടുകാരിയെ വിളിച്ച് പക്ഷെ നിന്റെ ലുക്ക് കണ്ടിട്ട് ഞാൻ വരണ്ടെന്നാണെന്ന് വിചാരിക്കുന്നതെന്ന് ഇവനും ചോദിക്കും. അപ്പോഴാണ് അവൾ എന്താണെന്ന് അറിയാതെ കുറച്ച് ആലോചിച്ചിട്ട് എങ്കിൽ പിന്നെ പൈസ ഒന്നും കൊണ്ടുവരാതെ ഇവൻ ഓസിനുള്ള ഫുഡ് വെട്ടിവാരി കഴിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ചുമ്മാ ഇന്നത്തെ പോലെ വരാതെ കുറച്ച് ഹാൻസം ആയിട്ട് കാരണം എന്ന് പറയുമ്പം ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ അങ്ങനെ വന്ന പിന്നെ ഇവ രണ്ടിനും കണ്ട് കപ്പിൾസ് ആയിട്ട് തെറ്റിരിക്കത്തില്ലെന്ന് ചോദിക്കും. അതോടെ അവളും എന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവ രണ്ടിനും കൂടെ സംസാരിച്ചോണ്ട് താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഷീഗോൻ റൂം എടുക്കാൻ പോകുമ്പോൾ ഇവനെ കൂടെ സഹായിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് അവളും ഇവൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇവനെ നേരത്തെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കും. അപ്പോഴാണ് ഇവളൊരു കാര്യം അറിയാൻ വരുന്ന ഇവളാണ് സ്വന്തം ID കാർഡ് കൊണ്ടുവന്ന് കാണത്തില്ല, പക്ഷെ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് സഹായം വേണ്ടെന്നറിഞ്ഞിട്ട് ഇവൾ അപ്പം തന്നെ അവനെ ഫോൺ വിളിച്ച് വീണ്ടും വിളിക്കും. അതിനുശേഷം അവന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇവളൊരു ഡ്യൂപ്ലിക്കേറ്റ് ID കൊണ്ടുവരുമ്പോഴാണ് അവനാണ് ന്യൂ ഇയർ ആയിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ടെന്ന് അറിഞ്ഞ് ഇവളെ നോക്കി പറയും. അപ്പോഴാണ് അവളും ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇരിക്കുന്നുണ്ട് പതിയെ സംസാരിക്കുന്നത് അവൾക്ക് നാണക്കേടാകുമ്പം ആ സ്റ്റാഫാണ് ഇതെല്ലാം കേട്ട് ചിരിച്ചിട്ട് ഇവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണെന്നറിഞ്ഞ് അവളുടെ റൂമിന്റെ താക്കോലെടുക്കും. അതിനുശേഷം അവന് പോകുന്ന മുമ്പേ തന്നെ വല്ലാമാരൊന്ന് റൂം തട്ടിയ ഡോറും തുറക്കണമെന്നറിഞ്ഞ് ഇവളെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുവാണ് അവന് വിളിക്കാൻ പറയുമ്പം ഇവളാണ് ആദ്യമായിട്ട് എന്തായാലും ഇങ്ങനെ താമസിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ ടെൻഷനാണെന്ന് അറിയും. അപ്പോഴാണ് അവനും എന്തായാലും ഈ വർഷം പോലീസ് സ്റ്റേഷനിൽ പോയതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ലെന്നറിഞ്ഞ് വീണ്ടും ആ കാര്യം എടുക്കുമ്പം അവളാണ് ഇനി വർഷം ഫുള്ള് നീ ഇതിനെക്കുറിച്ച് പറയുമെന്നറിഞ്ഞ് അവൻ അപ്പം തന്നെ പറഞ്ഞയക്കും. അതിനുശേഷം ഇവള് റൂമിൽ എത്തി നല്ലോണം കുളിച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം ലിന്നാണ് വീട്ടിൽ എത്തിയവരെന്നറിയാൻ വേണ്ടി ഇവള് മെസ്സേജ് ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ വീട്ടിൽ നിന്ന് ഒരു വ്യൂ എടുത്ത് ഇവൾ കാണിച്ചിട്ട് ഇതേ സെയിം കാഴ്ചയായിരിക്കും ഇവൾക്കും കാണാൻ സാധിക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് അത് കണ്ട് അവളും അവിടുത്തെ സ്ക്രീനൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അവളും കാണാൻ കിടിലാന്ന് അറിഞ്ഞിട്ട് ഇവൻ ഇതുവരെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. അപ്പോഴാണ് അവൻ അവളുടെ മെസ്സേജ് കണ്ട് ഇവൻ കുറച്ച് ലീവ് എടുത്തോണ്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ അവള് നേരത്തെ കിടക്കാൻ പോകാന്നറിഞ്ഞ് ഇവനെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇതേസമയം ഇവിടെ ഷുവാൻഷു ആണ് അവന്റെ കൂട്ടുകാരൻ്റെ കൂടെ വിഷമിച്ച് അവനിപ്പോ സംസാരിച്ചോണ്ടിരിക്കുക. കാരണം അവൾക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ടായെന്ന് പറഞ്ഞ ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഷുവാൻഷുവും പണ്ട് അവള് പ്രപ്പോസ് ചെയ്തൊക്കെ ആലോചിച്ച് നോക്കി ആ സമയത്ത് ഇവൻ അവോയ്ഡ് ചെയ്തത് അവനിപ്പം കുറ്റബോധമുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഓർത്ത് നോക്കി അവന് സങ്കടത്തിരിക്കും. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം രാവിലെ തന്നെ ലിന്നാണ് ഷീഗുനെ കാണാൻ വേണ്ടി ഹോട്ടലിലേക്ക് വരുമ്പം അവൾ ഇത്രയും പെട്ടെന്ന് നിന്നെ വന്നേന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഫോണിൽ സംസാരിച്ചോണ്ട് അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും ഇവളുടെ കൂടെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാ വന്നേന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ രാവിലത്തെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കല്യാണത്തിനും പോയി കഴിക്കണം എന്നറിഞ്ഞ് ഇവളെ കുറച്ചേ കഴിക്കാൻ പറയുമ്പം അവൾ ഫുഡ് കഴിച്ചാൽ എനർജി കിട്ടത്തുള്ളൂ എന്നറിഞ്ഞ് കുറെ അടിച്ചുവരി കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ലിന്നും ആ മൊബൈലിൽ നോക്കി കഴിക്കാതിരിക്കുമ്പം ഇത് കണ്ടിട്ട് അവളും ഇവന്റെ ബ്രെഡ് വേണ്ടെങ്കിൽ അവൾക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കും. ഇത് കേട്ട് അവനും ചിരി വന്നിട്ട് ഇവളെടുത്ത് കഴിച്ചോളം പറയുമ്പം അവളും വേസ്റ്റ് ആയിരിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചെന്നറിഞ്ഞ് ചുമ്മാ ഇവളെ നോക്കി കളിയാക്കണ്ടെന്നറിയും. അങ്ങനെ അതിനുശേഷം ഇവർ അവിടുന്ന് കല്യാണത്തിന് ഇറങ്ങുമ്പോഴാണ് അവളാണ് ലിന്നിന്റെ പുതിയ കാർ കണ്ടിട്ട് ഇങ്ങനത്തെ കാറൊക്കെ ഇവന്റെ ഉണ്ടായിരുന്നോന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളെല്ലാം ഇന്നലെ ഹാൻസം ആയിട്ട് വരാൻ പറഞ്ഞെന്ന് അതിന് വേണ്ടിയ കുറച്ച് വില കൂടെ കാർ എടുത്തോണ്ടെന്ന് പറയും. അത് ഇവന്റെ അപ്പൂപ്പന്റെ കാറ്. അപ്പോഴാണ് ഇത് കേട്ട് അവൾക്ക് ചിരി വന്നിട്ട് ഹാൻസം നിന്നാകാൻ പറഞ്ഞ നീ അതിന് പോലെ ഒരു കാർ എടുത്തോണ്ടെന്ന് പറഞ്ഞ് അവനായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും ഇവളെ കാറിൽ കയറി ഇരിക്കാൻ പറയുമ്പം ഒരു സെക്കൻഡ് അവളാണ് നിന്നിട്ട് ഇവനെ കാണാൻ ഇന്ന് കുറച്ച് ഹാൻസം ആണെന്നറിയും. അപ്പോഴാണ് അവന് ശരിയായിട്ട് പിന്നല്ലാതെ എത്ര ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ടുണ്ടെന്ന് അതിന് കുറച്ചെങ്കിലും നീ പൊക്കി പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ എന്നിന് അവര് സംസാരിച്ചോണ്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും ഇവൻ കാറ് പാർക്ക് ചെയ്യാന്ന്
പറഞ്ഞിട്ട് ഇവളെ നേരത്തെ തന്നെ ഇറങ്ങി പോകാൻ വേണ്ടി പറയും. അതിനുശേഷം ഷീഗോനും അകത്തേക്ക് ഇവളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴാണ് ഇവള് വരുന്ന അവിടുന്ന് ഷുവാൻഷുവും കാണും. അതേസമയം ഷീഗോനും അവളുടെ ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻട്രി തന്നെ ഷുവാൻഷു നിൽക്കുന്നുണ്ട്. അവൾ കുറച്ച് അപ്സെറ്റ് ആകും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും ഷുവാൻഷു കുറെ ഡ്രിങ്ക് ഒക്കെ ചെയ്ത് അവന്റെ കല്യാണത്തിനെ കുറിച്ച് അവൻ ആലോചിച്ച് കുറച്ച് അപ്സെറ്റ് ആയതുകൊണ്ട് അവൻ ഇവിടെ ഇരുത്തിയെന്ന് പറയും. അപ്പോഴാണ് ഷീഗോനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ലിന്നാണ് ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ് അവളുടെ പൈസ കൊടുക്കും. ഇതോടെ ഷീഗോനും നീ എന്തിനാ പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഇന്നലെ പറഞ്ഞൊക്കെ മറന്നുകയും ചോദിക്കും. അപ്പോഴാണ് അവനും എന്തായാലും നമ്മൾ ഞാനല്ല കൊടുക്കണ്ടേന്ന് പറഞ്ഞ് അവനും ബോയ് ഫ്രണ്ടായിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവളും എങ്കിൽ പിന്നെ എന്റെ വക പൈസ തരാന്ന് പറഞ്ഞിട്ട് അവളും കൂടെ അവളുടെ കൂട്ടുകാരിക്ക് പൈസ എടുത്തു കൊടുക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരാണ് ഹഗ് ചെയ്തിട്ട് നീ എപ്പോഴത്തെയും പോലെ ചുമ്മാ കളിച്ചിരിച്ച് നടക്കാതെ നിന്റെ അടുത്തുള്ളവരൊക്കെ മനസ്സിലാക്കുന്ന പറഞ്ഞ് ഇവളെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഷീഗോന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്റെ അടുത്ത് വന്നിരിക്കുന്ന പറഞ്ഞ് അവള് ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതോടെ ഷീഗോനും പേടിച്ചിട്ട് ഇവളുടെ അടുത്തിരുന്ന ഇവളെന്നെ കുറെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ലിന്നിനെ അവിടെ ഇരിക്കാൻ പറയും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ നിന്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് അവളും തിരിച്ച് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഷീഗോനാണ് നൈസിന് ലിന്നിനോട് ഒരു ബോയ് ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഓവറായിട്ട് പോലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ആദ്യം ആരെ പ്രൊപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് സംശയങ്ങളൊക്കെ ഇവൻ ചോദിക്കുമ്പോൾ ഇവളാണ് നീ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവളും തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ബാക്കി എല്ലാവരും കൂടെ നിങ്ങൾ സീക്രട്ട് ആയിട്ട് എന്തോ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദ്യം ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവരുടെയൊക്കെ ഫ്രണ്ട്സിന്റെ കല്യാണം നടക്കുമ്പോഴാണ് അവിടെ സ്റ്റേജിൽ നിൽക്കുന്ന ഷുവാൻഷൻ ഇവളെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു സെക്കൻഡ് അവനും പെട്ടെന്ന് ഇവളെ തിരിഞ്ഞ് നോക്കിയ ഉടനെ അവൾ ആകെ മൊത്തം ഷോക്കായി പോകും. ഇതേ സമയം ഇത് മനസ്സിലാക്കി ലിന്നാണ് ഇവളെ സമ്മാനപ്പെടാൻ പറഞ്ഞിട്ട് അവൾ കഴിക്കാൻ വേണ്ടി ഒരു പീസ് എടുത്തു കൊടുക്കും. അപ്പോഴാണ് അവൾ അത് കണ്ടിട്ട് ഇത്രയും വലിയ പീസ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനാണ് റാൻഡം ആയിട്ട് എടുത്തപ്പോൾ ഇവൾക്കനുസരിച്ച് വലിയ പീസ കിട്ടിയെന്ന് പറയും. അതിനുശേഷം അവിടേക്ക് വന്ന റോങ് ആണ്. അവിടേക്ക് വന്നിരുന്ന് ലിന്നിനെ കണ്ടു ചോദിക്കും ഇവന്റെ അപ്പൂപ്പനല്ലേ ഷെങ്യുൻ കമ്പനിയുടെ ചെയർമാൻ എന്ന്. അങ്ങനെ അത് കേട്ട് എല്ലാവരും കൂടെ ഷോക്ക് ആകുമ്പോൾ ലിന്നാണ് ഇവൾ ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ചോദിക്കും. അപ്പോഴാണ് അവൾ മിസ്റ്റർ ഷെങ്ങിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറയും. പക്ഷെ ഇവൾ ആ കമ്പനി കയറുന്ന മുമ്പേ തന്നെ ഇവൻ എന്തിനാ ഷീഗോൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് മാറിയെന്ന് ചോദിക്കുമ്പോൾ അതേസമയം ഷീഗോൻ ഇത് കേട്ടിട്ട് അവൾ ജോലി ചെയ്യുന്ന കമ്പനിയും ഒരു ഡെവലപ്പ് ആകുന്ന കമ്പനിയാന്ന് പറയും. പോരാതെ ഇവൾ ജോലി ചെയ്യുന്ന കമ്പനിയും ഇവളുടെ അച്ഛന്റെ ഷെയറിലാന്ന് പറഞ്ഞ് ഷെങ്യോൻ ഈ കമ്പനിയും കൂടെ നല്ല ബന്ധത്തിലാന്ന് അവൾ കുറച്ച് ഷോയെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നീ ഷെങ്യോൻ കമ്പനി ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും സഹായം വേണം എന്നോട് ചോദിച്ചാൽ മതി, നാണിച്ചൊന്നിരിക്കണ്ട, എന്തായാലും നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും എന്നിനെ ഷീഗോനും റോങ്ങിനെ വെറുപ്പിക്കുമ്പോൾ അവളും പുറത്തിങ്ങനെ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് പാവ ലിന്നാണ് ഇവിടെ എന്തോ സംഭവിക്കുന്ന പറഞ്ഞ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നൈസിന് ഷീഗോനാണ് അടുത്തേക്ക് വന്നിട്ട് കുറച്ച് ഓവറായിട്ടാണോ ഇവള് പോയെന്ന് ഇപ്പൊ ചോദിക്കും. അപ്പോഴാണ് അവന് ചിരി ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവളുടെ ഫാമിലിയുടെ കണക്ഷൻ എല്ലാം പറഞ്ഞ് ഒരു വമ്പൻ ഷോയെ കാണിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്ന ഇടയ്ക്ക് ഷുവാൻഷു ആണ് ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കും. അതോടെ അവൾക്കും കുറച്ച് കംഫർട്ടബിൾ അല്ലാതെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ അപ്പൊ ഇന്നലെ രാത്രി ഇവളുടെ ബോയ് ഫ്രണ്ട് വീട്ടിലാണോ ഇവിടെ താമസിച്ചെന്ന് ചോദിക്കും. അങ്ങനെ അത് കേട്ട് ലിന്നും അവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലില് ഷീഗോൻ താമസിച്ചെന്ന് പറയുമ്പോൾ ഇതെല്ലാം കണ്ട് ഷുവാൻഷു കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് റോങ് ആണ് ഇവൻ എന്തിനാ കൂട്ടാൻ്റെ കൂടെ നിൽക്കാതെ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനും തിരിച്ചൊന്നും പറയാതെ അവിടുന്ന് ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും പെട്ടെന്ന് ഷുവാൻഷുവിന് ഇപ്പോഴാ ബാങ്കിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞ് അവൻ അതിനെ കുറിച്ച് സംസാരിക്കും. ഇത് കേട്ട് റോങ് ആണ് മൊത്തത്തിൽ അങ്ങ് ഷോക്കായി പോകും. കാരണം അവള് പോലും ഈ കാര്യം അറിഞ്ഞില്ല. അപ്പോഴാണ് ബാക്കി എല്ലാവരും കൂടെ ഇത്രയും പെട്ടെന്ന് പ്രൊമോഷനെ കിട്ടിയെങ്കിൽ നീ ഒരു വലിയ സംഭവം എന്നറിഞ്ഞ് എല്ലാവരും ഷുവാൻഷിനെ പൊക്കി പറയുമ്പോൾ അവനാണ് ലക്ക് ഉണ്ടായതുകൊണ്ട് കിട്ടിയതെന്ന് പറഞ്ഞ് അവനിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. കൂടാതെ റോങ്ങിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ കാര്യം നീ എന്താടി മുമ്പേ പറയാത്തെന്ന് അറിഞ്ഞ് അവളെ ചോദ്യം ചെയ്യുമ്പോൾ അവൾ തന്നെ ഇപ്പൊ അറിയുന്നുണ്ട് അവൾക്ക് അത് നല്ല വിഷമാവും. അപ്പോഴാണ് പെട്ടെന്ന് ഷുവാൻഷും അടുത്തിരിക്കുന്ന ഷീഗോനെ നോക്കുമ്പോൾ അവളും പെട്ടെന്ന് തന്നെ ഇവൻ നോക്കുന്നെന്ന് പറഞ്ഞ് അവൾ സ്റ്റണ്ണായി പോയി നിൽക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയാണ് ഷീഗോൻ അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് ഓഫീസ് വെച്ചായിരിക്കും റൊമാൻസ് സെറ്റായെന്ന് പറഞ്ഞ് ആ കഥയൊക്കെ ഇപ്പൊ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കും. അങ്ങനെ അവന്റെ പഠിത്തത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലിന്നാണ് അവൻ ആദ്യം ഒരു ഡോക്ടറായിരുന്നു പറയും. ഇത് കേട്ട് കൂട്ടുകാരിയും എങ്കിൽ പിന്നെന്തിനാ കമ്പനിയിലേക്ക് ചേർന്നെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പോൾ ഷീഗോനാണ് എന്തിനാടി അതൊക്കെ ചോദിക്കുന്ന പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും ഇതുപോലെ എനിക്ക് ചോദിച്ചേടെന്ന് പറഞ്ഞ് അവൾക്ക് ഇവന്റെ സത്യം ഒന്നും അറിയാത്തതുകൊണ്ട് ചുമ്മാ നോർമലായിട്ട് ചോദിക്കുമ്പോൾ ഷീഗോനാണ് ഇവ മൊത്തത്തിൽ ഓൾറൗണ്ടറാന്ന് പറയും. അതുകൊണ്ട് അവൻ ഡോക്ടർ അല്ലാതെ ഇപ്പൊ കമ്പനി ജോലി എന്ന് പറയുമ്പോൾ ഇതേക്കുന്ന ലിന്നും അവനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെ സമാനപ്പെടാൻ പറയും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന വെഡിങ് കപ്പിൾസും ഇവർക്കെല്ലാം ചിയർസ് ചെയ്യുമ്പോൾ അറിയാതെ ഷുവാൻഷിന്റെ ഇരിക്കുന്ന ഡ്രിങ്ക്സ് ആണ് ഷീഗോന്റെ ഡ്രസ്സിനകത്ത് അങ്ങ് വീഴും. അതോടെ അവന് സോറി ചോദിക്കുമ്പോൾ അവളാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റെസ്റ്റ് റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കറക്റ്റ് ഇവളുടെ കൺമുമ്പിൽ ഷുവാൻഷോ നിൽക്കും. അതോടെ അവനും ഇവളുടെ ഫോൺ നമ്പറൊക്കെ മാറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളാണ് ഇപ്പോഴും പഴയ ഫോൺ നമ്പർ തന്നെയാന്ന് പറയും. ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ ഇവളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ പറഞ്ഞെന്ന ഇവളുടെ ഡ്രസ്സ് അഴുക്കാക്കിയതിന് ആ പൈസ തരാന്ന് പറയും. അപ്പോഴാണ് അവളും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഇവനാണ് കുറച്ച് വിഷമിച്ചിട്ട് എങ്കിൽ പിന്നെ ഒരു ബോയ് ഫ്രണ്ട് കണ്ടെത്തിയോണ്ട് ഇവന് കൺഗ്രാജുലേഷൻ
ആവശ്യം പറയും. അങ്ങനെ ഇത് കേട്ട് അവൾ അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവനാണ് അവളെ തടഞ്ഞു നിർത്തിയിട്ട് ഇവളെന്തിനാ ഇവളുടെ മുഖത്തിലെ റിയാക്ഷനൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ചോദിക്കും. ഒരു ശിവൻ ഇതുവരെ മറന്നില്ലെന്ന് പറഞ്ഞ് അവന് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഇവളാണ് റോങ് ഇന്നലെ ചോദിച്ചായിരുന്നു ഇവനോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോന്ന്. അങ്ങനെ അതിന് ഇവളെ കൊണ്ട് അപ്പൊ ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇവൾക്ക് പറയാൻ പറ്റും ഇവൾക്ക് ഇപ്പൊ ഇവനോട് ഒട്ടും തന്നെ ഇഷ്ടമല്ലെന്ന്. അവൻ ഈ കാര്യം ചെന്ന് റോങ്ങിനോട് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടുത്താൻ പറയും. ഇത് കേട്ട് ഇവനാണ് അവളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ പറഞ്ഞത് എനിക്കിപ്പോ ഒരു കാര്യം ക്ലിയർ ആയെന്ന് പറഞ്ഞ് അവനും കുറച്ച് സങ്കടത്തി അപ്പൊ സത്യം ചെയ്തേക്ക് ചുമ്മാതാണെന്നറിഞ്ഞ് അവനും തിരിച്ചു ചോദിക്കും. അപ്പോഴാണ് അവൾ ഓർത്തു വെക്കുന്ന അന്ന് ഇവൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തപ്പോ ഇവൻ ഓക്കെ പറയുന്നവരെ അവള് ട്രൈ ചെയ്യുന്നു പറഞ്ഞാണ്. അങ്ങനെ അതാലോചിച്ചാണ് അവൻ ഇപ്പൊ പറഞ്ഞത്. ഇതോർത്ത് നോക്കിയിട്ട് അവളും എന്റെ മനസ്സ് കല്ലും കൊണ്ട് പണിഞ്ഞൊന്നുമല്ല, എന്നെ ഒരാളെ സ്നേഹത്തിൽ നോക്കുവാണ് എന്റെ ഫീലിങ്സ് മാറുന്നറിഞ്ഞ് അവളത് നോർമലാന്നറിയും. ഇത് കേട്ട് അവനും അതും സത്യാന്നറിഞ്ഞ് ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നറിയും. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചതിന് താങ്ക്സ് എന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ആ വിഷമത്തി അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ലിൻ അവിടേക്കൊന്ന് ഇവളെ വിളിച്ചുണർത്തും. അപ്പോഴാണ് അവളും അവൾക്കൊരു കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവനെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പം അവനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെങ്ങനെ പോകാൻ സാധിക്കും എന്നറിഞ്ഞ് അവളെ നോക്കി ചോദിക്കും. അങ്ങനെ അവളുടെ കരച്ചിലൊക്കെ തുടച്ചളയണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന കറക്റ്റ് അല്ലെന്ന് വിചാരിച്ച് അവന് പിന്മാറി ഈ സമയത്ത് പ്രപ്പോസ് ചെയ്യുന്ന മോശമാണെന്നറിയാം. പക്ഷെ ഇവളുടെ കരച്ചിൽ കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ലെന്നറിയും. അങ്ങനെ ഇത് കേട്ട് അവളാണ് ഷോക്കായി ഇവൻ എന്തോ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളിങ്ങനെ കുറെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവനാണ് ഇത്ര സമയം ഇവൾ എന്തെടുക്കുമെന്നറിഞ്ഞ് വന്ന് നോക്കണേ വേണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടെന്നറിയും. പക്ഷെ അതേസമയം ഇവന്റെ മനസ്സിൽ ഇവൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു 30 വയസ്സായിട്ടുള്ള ഒരുത്തൻ കൊച്ചുള്ളവരെ പോലൊന്നും എടുത്തു ചാടലെന്ന്. പക്ഷെ അതേസമയം ഇവന്റെ മനസ്സാണ് അത് കേൾക്കാതെ ഇതാ നല്ല ചാൻസ് എന്നറിഞ്ഞ് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചെന്നറിയും. അങ്ങനെ അതും പറഞ്ഞ് ഇവന്റെ ഇഷ്ടം കാണിക്കുമ്പം അവളാണ് ഒന്നും മനസ്സിലാവാതെ പോലെ ഇരിക്കും. ഇത് കണ്ട് അവനും നിനക്ക് മുമ്പേ അറിയാത്ത പോലെ ഒന്ന് കാണിക്കില്ലെന്നറിഞ്ഞ് അവൻ തിരിച്ചു ചോദിക്കുമ്പം ഇവള് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയെന്നറിഞ്ഞ് അവൾക്ക് തന്നെ ഒന്നും പിടിയിട്ടില്ലെന്നറിയും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ വാങ്ങിച്ചോണ്ടുന്ന ഡ്രസ്സൊക്കെ വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇവളച്ചൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അത് കേട്ട് അവളാണ് ഇവനോടൊപ്പം ഒന്നും പറയണ്ടെന്നറിഞ്ഞ് അവൾ ടെൻഷനോടെ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഷീഗോൻ അവളുടെ ഫ്രണ്ട്സിനൊക്കെ ബായ് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞ ഇവളുടെ കൂട്ടുകാരിയും എന്നെക്കാൾ ഫാഷനായിട്ട് നീയാണോ ഈ ഡ്രസ്സൊക്കെ മാറ്റി നിന്ന് അവൾ ചുമ്മാ കളിയായിക്കൊണ്ടിരിക്കുമ്പം ഷീഗോനിൽ ഇന്നും കൂടെ ഇപ്പൊ ഇറങ്ങാൻ പോകാന്നറിയും. അത് കേട്ട് അവളാണ് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കുന്നറിഞ്ഞ് ഷീഗോനെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഷുവാൻഷോനെ ഇങ്ങനെ നടന്നു വരും. അങ്ങനെ അവൻ ഇവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ അതേസമയം അവളും കുറച്ച് ടെൻഷനായിട്ട് അവനെ കാണാതെയൊക്കെ വന്നോണ്ടിരിക്കും. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ലിന്നാണ് എങ്കിൽ പിന്നെ അവൻ പ്രപ്പോസ് ചെയ്തൊക്കെ വേസ്റ്റ് ആയി പോയി എന്നറിയും. അപ്പോഴാണ് അവളും പെട്ടെന്ന് ഇവനോട് തിരിച്ച് സോറി പറയുമ്പം അവനൊരു സെക്കൻഡ് അവിടെ തന്നെ നിന്നിട്ട് എന്തായാലും ഈ രീതിയിൽ അവനെ റിജക്ട് ചെയ്യേണ്ടായിരുന്നു എന്നറിയും. അതിന് പകരം ലിൻ എനിക്ക് ഇതുവരെ നിന്നോട് ഇഷ്ടം വന്നില്ല അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നിന്റെ അത്ര ലെവലിൽ ഞാൻ ഇല്ലെന്നും പറഞ്ഞാലും മതി എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട അവളും ഇവനെ കുറിച്ച് അങ്ങനെ കുറച്ചൊന്നും അവൾ കണ്ടിട്ടില്ലെന്നറിയും. അങ്ങനെ ഷുവാൻഷു ഇപ്പൊ മനസ്സിലുള്ളപ്പോ ഒരാളെങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച ഇവള് തിരിച്ചൊന്നും പറയാത്തെന്നറിയും. അതുകൊണ്ട് ഒരാളുടെ ഇഷ്ടത്തിലാവണമെങ്കിൽ നമ്മളുടെ ഫുൾ മനസ്സും കൊടുക്കണ്ടേന്നറിഞ്ഞ് ഇവൾക്ക് അതാ ശരിയായിട്ട് തോന്നിയെന്നറിയുമ്പം അവനാണ് കുറച്ച് സമയം മുമ്പ് ഇവളെ പ്രപ്പോസ് ചെയ്ത് തെറ്റായി പോയെന്ന് വിചാരിക്കും. കാരണം അപ്പോ അതാ കറക്റ്റ് സമയം അവന് തോന്നിയ. പക്ഷെ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ കുറച്ചും കൂടെ സമയം എടുത്ത് പ്രപ്പോസ് ചെയ്താൽ മതിയായിരുന്നു അറിഞ്ഞ് അവന് ഫീൽ ചെയ്യും. എന്നാലും നമ്മുടെ ഫീലിങ്സ് ഒന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്നറിഞ്ഞ് ഇവൾ റിജക്ട് ചെയ്യുന്ന അറിഞ്ഞിട്ട് തന്നെ അവൻ അവിടെ ചെന്ന് ഇഷ്ടം പറഞ്ഞെന്ന് കുറച്ച് ഫീൽ ചെയ്ത് അവനും ഇവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ കൂടെ ഇപ്പൊ കമ്പനിലോട്ട് വരുന്നില്ല, അവളുടെ അമ്മയെ കണ്ടിട്ട് കുറെ ദിവസമായതുകൊണ്ട് അവൾക്ക് ഇപ്പൊ വീട്ടിൽ പോകണമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനാണ് അതിന് എന്നോട് ഇങ്ങനെ റീസൺ ഒന്നും പറയണ്ട, വീട്ടിൽ പോകാൻ ഇവൻ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാന്ന് പറയും. പക്ഷെ അവളാണ് അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് അവള് ടാക്സി പിടിച്ച് പോയിക്കോളെന്ന് പറയുമ്പം ഇത് കേട്ട് അവന് വിഷമിച്ച് ഇനിയിപ്പോ ഇവന്റെ ഇഷ്ടം പറഞ്ഞ കാരണം ഇവളിനെ അവൻ അവോയ്ഡ് ചെയ്യാൻ ചെയ്യിക്കും. അപ്പോഴാണ് അവളും ഇവനോട് തിരിച്ചൊന്നും പറയാതെ റിജക്ട് ചെയ്തോണ്ട് ഇനി ഇവൻ കാണിക്കുന്ന സ്നേഹമൊക്കെ അവൾ വാങ്ങിക്കുന്ന മോശമായിട്ട് തോന്നിയെന്നറിയും. അപ്പോഴാണ് അവനും ഒരാൾ ഇഷ്ടപ്പെടുവാണ് പിന്നെ നമ്മുടെ സ്നേഹം കാണിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് അത് ഇവനെ കൊണ്ട് തടയാൻ പറ്റത്തില്ലെന്നറിയും. പക്ഷെ ഇവളിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോ അവന്റെ സ്നേഹം പോലും കാണിക്കാൻ പറ്റത്തില്ലെന്ന് അവന് വിഷമിച്ച് പറയുമ്പം ഇവളാണ് ഒരു ശിവ സ്നേഹം കാണിച്ച് പുറകെ വന്നാലും അവസാനം വരെ ഇവൾക്ക് ഇവനോട് ഇഷ്ടം തോന്നില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ ടൈം വേസ്റ്റ് ആകത്തുള്ളൂ എന്ന് പറയുമ്പം അവനാണ് അതിലൊക്കെ അവൻ ബെസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും ഇവളെ ചെന്ന് കൊണ്ടാക്കട്ടെ ചോദിക്കും. അങ്ങനെ ഇവന് ഇഷ്ടമല്ലെന്ന് റിജക്ട് ചെയ്തുകൊണ്ട് അതിനർത്ഥം തരുന്ന സ്നേഹമൊന്നും വേണ്ടെന്ന് വെക്കേണ്ടെന്ന് അറിഞ്ഞ് ഇവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരാൾ ഉണ്ടെങ്കിലും അവളുടെ ഫീലിങ്സ് മാറുന്നവരെ അവൻ വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെയിറ്റ് ചെയ്ത് കാണാം.